പ്രവർത്തനങ്ങളെല്ലാം വേറിട്ടതാക്കി GHSS പിലിക്കോടിലെ 1994-95 SSLC ബാച്ച് കൂട്ടായ്മയായ ചങ്ങാത്തം 10ാം വാർഷികാഘോഷത്തിന് തുടക്കം കുറിച്ച് ഇവർ നടത്തിയ ചക്കയും കോയും പരിപാടിയും ഏറെ ശ്രദ്ധേയമായി. This news sponsored by ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. ഏപ്രിൽ മുതൽ 2027 ഏപ്രിൽ വരെ നീണ്ടു നിൽക്കുന്ന വാർഷികാഘോഷ പരിപാടികളുടെ വിളംബരമെന്നോണം സംഘടിപ്പിച്ച ചക്കയും കോയും ആശയം കൊണ്ടും പങ്കാളിത്തം കൊണ്ടും ശ്രദ്ധേയമായി. സഹപാഠികളുടെ വീടുകളിൽ നിന്ന് ശേഖരിച്ച 45ഓളം ചക്കകൾ ഉപയോഗിച്ചാണ് തനത് ശൈലിയിലുള്ള വിഭവം തയ്യാറാക്കിയത്. രാവിലെ മുതൽ തന്നെ കൂട്ടായ്മയിലെ അംഗങ്ങളെല്ലാം വിഭവം ഒരുക്കാനായി ഒത്തുചേർന്നു. ചക്കയും കോഴിയും ഒപ്പം പുതിനച്ചമ്മന്തിയും ഉൾപ്പെടുത്തിയ 500ഓളം പൊതികളാണ് ഇവർ വിതരണം ചെയ്തത്. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾ നാട്ടുകാരിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യം കൂടി ഈ വേറിട്ട ഉദ്യമത്തിന് പിന്നിലുണ്ട്. സഹജീവി സ്നേഹവും സേവനവും മുഖമുദ്രയാക്കി പ്രവർത്തിക്കുന്ന ചങ്ങാത്തം ഇതിനോടകം ലക്ഷക്കണക്കിന് രൂപയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് നടത്തിയത്. മാത്രമല്ല, സഹപാഠികളുടെ പ്രതിസന്ധികളിലും രോഗദുരിതങ്ങളിലും താങ്ങായും തണലായും നിൽക്കാനും ഈ കൂട്ടായ്മയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. കോവിഡ് മഹാമാരിയുടെ കാലത്തും പ്രളയക്കെടുതിയിലും വയനാട് ദുരന്തത്തിലും സ്തുത്യർഹമായ പ്രവർത്തനം ഇവർ കാഴ്ചവെച്ചു. കഴിഞ്ഞ 10 വർഷക്കാലയളവായി പിലിക്കോട് ഹയർ സെക്കൻഡറി സ്കൂളിലെ 94-95 ബാച്ച് ചങ്ങാത്തം വിവിധ കാരുണ്യ പ്രവർത്തനങ്ങളുമായും ബാച്ചിനകത്തും പുറത്തുമായി പ്രളയകാലത്തും മറ്റുമൊക്കെ ഒരുപാട് സഹായങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നമ്മൾ ഇന്നലെ സംഘടിപ്പിച്ച ഒരു ചക്കയും കോഴിയും എന്ന ഒരു പരിപാടി വൻ വിജയമായിരുന്നു. ഇതിനെല്ലാം പുറമെ തങ്ങൾ പഠിച്ച വിദ്യാലയത്തിനുള്ള നന്ദി സൂചകമായി മനോഹരമായൊരു ഗാന്ധി സ്തൂപവും ഈ ബാച്ചിൻ്റെ വകയായി സമർപ്പിച്ചിട്ടുണ്ട്. വരും നാളുകളിലും വിപുലമായ പദ്ധതികളാണ് ചങ്ങാത്തം ആസൂത്രണം ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഈ കൂട്ടായ്മ തുടക്കത്തിൽ എങ്ങനെയായിരുന്നോ അതേ ഒരു ഊർജ്ജസ്വലതയോടെ അതേ ഒരു ആവേശത്തോടെ 10 വർഷങ്ങൾക്കിപ്പുറവും ഒട്ടേറെ പ്രവർത്തനങ്ങളിലൂടെ, പ്രത്യേകിച്ച് ഓരോ വർഷവും 2ഉം 3ഉം അതിലധികം പരിപാടികൾ, അതും ഒരുപാട് ആൾക്കാരുടെ പങ്കാളിത്തത്തോടെ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റെടുത്ത എല്ലാ പരിപാടികളും വിജയിപ്പിച്ച് പോകുന്ന ഒരു രീതിയാണ് നമുക്കുണ്ടായിട്ടുള്ളത്. ഇപ്പോൾ കൂട്ടായ്മ ഒരു 10ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. 10ാം വാർഷികാഘോഷം വ്യത്യസ്തങ്ങളായ ഒട്ടേറെ പരിപാടികൾ സംഘടിപ്പിക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. സംസ്ഥാന തലത്തിലുള്ള ഒരു ഷോർട്ട് ഫിലിം മത്സരം, ജില്ലാതലത്തിൽ കുട്ടികൾക്ക് ക്വിസ് മത്സരം, നമ്മുടെ കൂട്ടായ്മയിലെ മെമ്പർമാർക്കും പൊതുജനങ്ങൾക്കും പങ്കെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒട്ടേറെ ഓൺലൈൻ മത്സരങ്ങൾ, ഡിസംബറോടുകൂടി 2ാമത് വലിയൊരു കുടുംബസംഗമം കൂടിയാണ് പ്ലാൻ ചെയ്യുന്നത്. കൂടാതെ സ്കൂളിലെ മറ്റ് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മകളെ കൂടി അണിനിരത്തിക്കൊണ്ടുള്ള ഫൈവ്സ് ഫുട്ബോൾ ടൂർണമെൻറ്റും നടത്തും. വരുന്ന ഡിസംബറിൽ വിപുലമായ രീതിയിൽ സംഘടിപ്പിക്കുന്ന 2ാമത് കുടുംബസംഗമത്തോടെ വാർഷികാഘോഷത്തിൻ്റെ സമാപനത്തിന് കാഹളമുയരും. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.